ആകാശവാണി. നമസ്കാരം. വാർത്താവീക്ഷണം. ലോക ഹോമിയോപ്പതി ദിനം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം ക്രിസ്റ്റി എബ്രഹാം. ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനം. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. ജർമ്മൻ ഭിഷഗ്വരനായിരുന്ന ഡോക്ടർ സാമുവൽ ഹാനിമാൻ ആവിഷ്കരിച്ച ഒരു നൂതന ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഏപ്രിൽ 10 എല്ലാ വർഷവും ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി ആഗോളതലത്തിൽ ഹോമിയോപ്പതി വിദഗ്ധരെയും ഗവേഷകരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര സമ്മേളനം, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണങ്ങൾ, സെമിനാറുകൾ തുടങ്ങിയവയും ലോകമെമ്പാടും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ 2026 നവംബർ 19 മുതൽ 22 വരെ ഫാക്കൽറ്റി ഓഫ് ഹോമിയോപ്പതി കോൺഗ്രസ് UK-യിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെയുടെ ആരോഗ്യത്തിൽ ഹോമിയോപ്പതിയുടെ പങ്ക് എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചായിരിക്കും കോൺഗ്രസ്. ആരോഗ്യ വിദഗ്ധർ, ദന്തവിദഗ്ധർ, നഴ്സുമാർ, ഗവേഷകർ, ഫാർമസിസ്റ്റുകൾ തുടങ്ങി ഹോമിയോപ്പതിയിലെ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുക്കും. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥത്തെ വളരെ നേർപ്പിച്ച അവസ്ഥയിൽ സമാന ലക്ഷണങ്ങളുള്ള ഒരു രോഗിയിൽ ചികിത്സയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ഹോമിയോപ്പതി ചികിത്സയുടെ അടിസ്ഥാനം. ആൽക്കഹോളോ വെള്ളമോ ഉപയോഗിച്ച് തുടർച്ചയായി മരുന്നുകളെ നേർപ്പിക്കുകയും ശക്തമായി പല പ്രാവശ്യം കുലുക്കി പാകപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ വളരെ പ്രചാരമുള്ള വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ ഒന്നാണ് ഹോമിയോപ്പതി. ഹോമിയോ മരുന്ന് നിർമ്മാണത്തിലും വ്യാപാരത്തിലും ഇന്ത്യ വളരെ മുന്നിലാണ്. 2020 നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി ആക്ട് പ്രകാരമാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി രൂപീകരിച്ചിട്ടുള്ളത്. ഈ ആക്ട് പ്രകാരമാണ് ഹോമിയോ വിദ്യാഭ്യാസ ബോർഡ്, ഹോമിയോപ്പതിക്കുള്ള മെഡിക്കൽ അസസ്മെന്റ് ആൻഡ് റേറ്റിംഗ് ബോർഡ്, ഹോമിയോപ്പതി എത്തിക്സ് ആൻഡ് രജിസ്ട്രേഷൻ ബോർഡ് തുടങ്ങിയവ രൂപീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഹോമിയോപ്പതിക്ക് ആദ്യമായി അംഗീകാരം നൽകിയത് 1839 പഞ്ചാബ് പ്രവിശ്യയിലെ മഹാരാജ രഞ്ജിത് സിംഗ് ആണ്. ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ ശിഷ്യനും ഫ്രഞ്ച് സഞ്ചാരിയുമായ ഡോക്ടർ ജോൺ മാർട്ടിൻ ഹോണിംഗ് ബർഗർ ആയിടയ്ക്ക് ഇന്ത്യ സന്ദർശിക്കുകയും മഹാരാജ രഞ്ജിത് സിംഗിന്റെ ഏറെ നാൾ നീണ്ടുനിന്ന രോഗം ഭേദമാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കൽക്കത്ത, ബനാറസ് തുടങ്ങി പലയിടങ്ങളിലും ഡിസ്പെൻസറികളും ആശുപത്രികളും ആരംഭിച്ചു. 1943 ബംഗാൾ സർക്കാർ ഹോമിയോപ്പതിക്ക് ഒരു അധ്യയന വിഭാഗം തന്നെ ആരംഭിച്ചു. 1952 അന്നത്തെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ചെയർമാനായി ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. ഇത് പിന്നീട് ആരോഗ്യവകുപ്പിന് കീഴിൽ ഏകോപിപ്പിക്കുകയും ചെയ്തു. 1973 ആയുർവേദത്തിനും ഹോമിയോപ്പതിക്കും മാത്രമായി ഒരു കേന്ദ്ര കൗൺസിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ഹോമിയോപ്പതി വിദ്യാഭ്യാസത്തിന്റെ മേൽനോട്ടം സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതിക്കാണ്. 1995 പ്രത്യേക വകുപ്പായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി രൂപീകരിച്ചു. 2003 ഇത് ആയുഷ് എന്ന പേരിൽ അറിയപ്പെട്ടു. ആയുർവേദം, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവ ഉൾപ്പെടുന്നു. കേരളത്തിൽ 1920കളിൽ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു ഹോമിയോപ്പതിക്ക് തുടക്കമിട്ടത്. ഇക്കാലത്ത് തെക്കൻ തിരുവിതാംകൂറിൽ പടർന്നു പിടിച്ച കോളറയെ നിയന്ത്രിക്കാൻ ഹോമിയോപ്പതി മരുന്നുകൾക്ക് സാധിച്ചതോടെ അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് ഹോമിയോപ്പതിയോട് പ്രത്യേക താല്പര്യം തോന്നുകയും ചെയ്തിരുന്നു. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന ഡോക്ടർ NN പിള്ള ഇതു സംബന്ധിച്ച് 1928 സഭയിൽ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. പ്രമേയം പാസ്സായതോടെ ഹോമിയോപ്പതിക്ക് ഒരു ഔദ്യോഗിക അംഗീകാരമാവുകയും ചെയ്തു. 1943 പാസ്സാക്കിയ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ബില്ലിൽ ഹോമിയോപ്പതിയെയും ഉൾപ്പെടുത്തി. തുടർന്ന് 1953 തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ടിൽ മറ്റ് മെഡിക്കൽ വിഭാഗങ്ങൾക്കൊപ്പം തുല്യ പദവി നൽകി ഹോമിയോപ്പതിയെയും ഉൾപ്പെടുത്തി. കേരള സംസ്ഥാനം രൂപം കൊണ്ടതിനു ശേഷം ഹോമിയോ ഡിസ്പെൻസറികൾക്ക് തുടക്കമിടുകയും 1958 ആദ്യ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി തിരുവനന്തപുരത്ത് ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം കോട്ടയത്തിനടുത്ത് കുറിച്ചിയിൽ സർക്കാരിതര ഹോമിയോ കോളേജ് നിലവിൽ വന്നു. 1975 കോഴിക്കോട്ടാണ് ആദ്യമായി സർക്കാർ ഹോമിയോ കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏഷ്യയിലെ തന്നെ 5 വർഷം ദൈർഘ്യമുള്ള ആദ്യ ബിരുദ കോഴ്സാണ് ഇവിടെ തുടങ്ങിയത്. 1983 തിരുവനന്തപുരത്തും സർക്കാർ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് നിലവിൽ വന്നു. മറ്റു വൈദ്യശാസ്ത്ര വിഭാഗങ്ങളെ പോലെ ഹോമിയോപ്പതിയെയും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ പഞ്ചായത്തിലും ഹോമിയോ ഡിസ്പെൻസറി സ്ഥാപിക്കുക എന്ന നയം കൈക്കൊള്ളുന്നത് 1968 ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്തരം ഒരു നയം ഉണ്ടാകുന്നത് ആദ്യമായി കേരളത്തിലാണ്. ഹോമിയോ ചികിത്സ സാധാരണക്കാരിൽ എത്തിക്കുകയും
പ്രതിരോധ പരിപാടികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ലോക ഹോമിയോപ്പതി ദിനം ആചരിക്കപ്പെടുന്നത്. ഹോമിയോപ്പതി ചികിത്സയ്ക്ക് ഇന്ന് വളരെയേറെ പ്രചാരം ലഭിച്ചിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും ഹോമിയോ ചികിത്സ തേടുന്നവർ 78%-ലധികമാണ്. മിക്കവാറും എല്ലാ രോഗത്തിനും ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ട്. മൈഗ്രെയിൻ, അർശസ്, ആർത്തവകാല വ്യാധികൾ, മഞ്ഞപ്പിത്തം, ആസ്മ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ ലഭ്യമാണ്. കൂടാതെ സാധാരണ പനി, അനുബന്ധ രോഗങ്ങൾ, കടന്നൽ തേനീച്ച എന്നിവയുടെ കുത്ത് ഏൽക്കുക, മറ്റു ചില പ്രാണികൾ കടിക്കുക തുടങ്ങിയവയ്ക്കും ചികിത്സയുണ്ട്. ഒരേ രോഗമുള്ള വ്യത്യസ്ത രോഗികളിൽ ലക്ഷണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിനാൽ എല്ലാവർക്കും ഒരേ മരുന്നായിരിക്കില്ല നൽകുന്നത്. രോഗിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളെ കണക്കിലെടുത്താണ് ഹോമിയോ ചികിത്സ നടത്തുന്നത്. എങ്കിലും പെട്ടെന്ന് ചികിത്സ ആവശ്യമായ വയറിളക്കം പോലുള്ളവയ്ക്ക് വേഗം ഫലം ലഭിക്കുന്ന മരുന്നുകൾ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളിൽ കാണുന്ന വയറിളക്കം, ഭക്ഷ്യവിഷബാധ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ തേടുന്നവർ ധാരാളമാണ്. പൊതുവെ ചെവിയിലുണ്ടാകുന്ന അണുബാധ, പൂമ്പൊടിയുടെ അലർജി മൂലമുള്ള പനി, വിഷാദം, സമ്മർദ്ദം തുടങ്ങിയ മാനസികാവസ്ഥ, ഭക്ഷണം മൂലമുണ്ടാകുന്ന അലർജികൾ, ത്വക്ക് രോഗങ്ങൾ, ആർത്രൈറ്റിസ്, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്കും പലരും ഹോമിയോ ചികിത്സയാണ് തേടുന്നത്. എന്നാൽ മറ്റു പല രോഗങ്ങൾക്കും ചികിത്സ ഇന്ന് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഹോമിയോപ്പതി മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യാവൂ. ഓൺലൈനായി മരുന്നുകൾ വാങ്ങിയുള്ള സ്വയം ചികിത്സ അപകടമാണ്. മദ്യപാനാസക്തി ഇല്ലാതാക്കാനുള്ള ചികിത്സ പ്രധാനമായും മദ്യത്തോടുള്ള ആസക്തി കുറയ്ക്കുന്നതിനും, മദ്യം ലഭിച്ചില്ലെങ്കിൽ ശരീരം പ്രകടമാക്കുന്ന ചില ലക്ഷണങ്ങൾ ഇല്ലാതാക്കുന്നതിനും, കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഹോമിയോപ്പതിയിൽ പല മരുന്നുകൾക്കും മധുരം കൂടിയുള്ളതുകൊണ്ട് കുട്ടികൾക്കും ഈ ചികിത്സാവിധി ഏറെ ഇഷ്ടപ്പെടും. ഏതുതരം ചികിത്സയായിരുന്നാലും അതിനോടനുബന്ധിച്ച് പഞ്ചസാര അടങ്ങിയ ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും ഒഴിവാക്കുന്നതും പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഉപയോഗിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ലഘുവായ വ്യായാമം, വിശ്രമം, മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക, സന്തോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, കാപ്പി, ചായ തുടങ്ങിയവയുടെ അമിത ഉപയോഗം ഒഴിവാക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, വ്യക്തി ശുചിത്വം എല്ലാം പരമപ്രധാനമാണ്. സാമ്യം അഥവാ സദൃശ്യം എന്നർത്ഥം വരുന്ന ഹോമിയോ എന്ന വാക്കും സഹനം അഥവാ ക്ലേശം എന്ന അർത്ഥം വരുന്ന പഥോസ് എന്ന വാക്കും കൂട്ടിച്ചേർത്താണ് ഹോമിയോപ്പതി എന്ന പേര് നൽകിയിട്ടുള്ളത്. സദൃശ്യം സദൃശ്യത്തെ സുഖപ്പെടുത്തുന്നു എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഹോമിയോപ്പതി ചികിത്സ സമ്പ്രദായത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണവുമായി എല്ലാ വർഷവും ഏപ്രിൽ 10 ആചരിക്കുന്ന ലോക ഹോമിയോപ്പതി ദിനം ഡോക്ടർ സാമുവൽ ഹാനുമാനുള്ള ആദരവും കൂടിയാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.